Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55 488 910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. City Gold and Diamonds, Kerala and Karnataka, the glow of purity. اللهم صل على محمد يا رب صل عليه وآله. اللهم صل على محمد يا رب صل عليه وآله. في حب سيدنا محمد نور لبدر الهدى متمم، قلبي يحن إلى محمد ما زال من وجده متيم. اللهم صل على محمد يا رب صل عليه وآله. شوق المحب إلى محمد أثنى وثم به تهيم. أدعوك أحمد يا محمد يا سيد الرسل المقدم. اللهم صل على محمد يا رب صل عليه وآله. الهاشمي في كل محفل، الصيرمي في وجه محتل، الشافعي في يوم نمهل، يا رب صل عليه وآله. اللهم صل على محمد يا رب صل عليه وآله. صلوا على الهادي المجاهد سحقا لمن عاده محايد، صلوا عليه من شعب صامد، يا رب صل عليه وآله. اللهم صل على محمد يا رب صل عليه وآله. اللهم صل على محمد يا رب صل عليه وآله. يا رب العالمين الله الله، صل على طه الأمين الله الله، في كل وقت وحين الله الله، املأ قلبي باليقين الله الله، ثبتني على هذا الدين الله الله، واغفر لي والمؤمنين الله الله. വഴികൾ ഇനിയും താണ്ടാനുണ്ട്, വഴികൾ ഇനിയും താണ്ടാനുണ്ട്, വഴികൾ ഇനിയും താണ്ടാനുണ്ട്, വഴികൾ ഇനിയും താണ്ടാനുണ്ട്, ഗാഥകൾ പുതുത് പിറക്കാനുണ്ട്. കേരള മുസ്ലിം ജമാഅത്തിന്റെയും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും
കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും പ്രിയപ്പെട്ട പ്രവർത്തകർ, പ്ലാറ്റൂൺ അംഗങ്ങൾ, അതിൻ്റെ 70 ആഘോഷങ്ങളുടെ ലഹരിയിലാണ് ഇപ്പോൾ ഉള്ളത്. 1926 കേരളീയ പരിസരത്ത് വിലയിരുത്തുന്ന, മോണിറ്ററിംഗ് നടത്തുന്ന ഏജൻസികൾ ആ ആശങ്കയെ നിരന്തരം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഓരോ തെരഞ്ഞെടുപ്പിലും 50,000 മുതൽ 60,000 കോടി രൂപ വരെയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. 60,000 50,000 കോടി രൂപ ചെലവഴിക്കുമ്പോൾ ഒരാൾക്ക് 700 രൂപയും ഒരു മണ്ഡലത്തിന് 100 കോടി രൂപയും നമുക്ക് വീതിച്ചെടുക്കാൻ സാധിക്കും സഹോദരന്മാരെ. 60,000 70,000 അല്ലെങ്കിൽ 50,000 അരലക്ഷത്തിലേറെ വരുന്ന കോടി രൂപ എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ദരിദ്ര നാരായണന്മാരായ പരമദരിദ്രരായ മനുഷ്യരുടെ, ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ഉയർത്തെഴുന്നേൽപ്പിന്, അവരുടെ പുരോഗതിക്ക് ആവശ്യമായ ഒരു സമ്പത്താണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ തെരഞ്ഞെടുപ്പ് കാലത്തിന് കോടി രൂപകളാണ്. ആ കോടി രൂപകൾ, ആയിരക്കണക്കിന് കോടി പണവും സമ്പത്തും ഓരോ പാർട്ടികളുടെയും കയ്യിലേക്ക് എങ്ങനെ എത്തുന്നു എന്നത് വർത്തമാനകാലത്ത് ഇന്ത്യ രാജ്യത്ത് ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന, അഥവാ വിവിധ ഏജൻസികളും കോർപ്പറേറ്റുകളിൽ നിന്നും വിവിധ തലത്തിലുള്ള സമ്പന്നരായ ഏജൻസികളിൽ നിന്നുമൊക്കെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സംഘടനകളുടെ അല്ലെങ്കിൽ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയും, ആ രീതിയെ നമ്മുടെ പരമോന്നത കോടതി വിമർശിച്ചതും അതിന്റെ സുതാര്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ ഇടപെടലുകളൊക്കെ നടത്തി ചൂടാറുന്നതിനും ഈ സാഹചര്യത്തിൽ നാം ചിന്തിക്കുക, 2014 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2019 തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ രാഷ്ട്രീയ സംഘടനകൾ ഈ രാജ്യത്ത് ചെലവഴിക്കുന്ന, തെരഞ്ഞെടുപ്പ് കാലത്ത് ചെലവഴിക്കുന്ന കോടാനക്കോടി രൂപകളിൽ വലിയൊരു ശതമാനവും വോട്ടർമാരുടെ പോക്കറ്റിലേക്കാണ് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികമായി ഒഴുകുമ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ജനാധിപത്യം എന്ന് പറയുന്ന മൂല്യങ്ങൾക്ക്, അല്ലെങ്കിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മഹോത്സവം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് പണാധിപത്യത്തിലേക്കും പണത്തിന്റെ സ്വാധീനത്തിലേക്കും നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു സത്യം. ആ സത്യത്തെ ഇവിടെ പലവരും മറച്ചുവെക്കാൻ ശ്രമിച്ചാലും പല ആളുകളും ചർച്ചയ്ക്ക് വിധേയമാക്കാൻ മുന്നോട്ട് വരാതിരുന്നാലും വക്താക്കളായ സുന്നി യുവജന സംഘത്തിനും മുസ്ലിം ജമാഅത്തിനും അത് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം സങ്കുചിതമായ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം മാത്രമല്ല. യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നതും യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്നതും പാർലമെന്റിൽ ഭരണ നിഷ്ക്രിയരാകുമ്പോൾ യഥാർത്ഥ പ്രതിപക്ഷമായി ഉയർന്നു വരേണ്ടവരെ സജീവ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയമില്ലാത്ത, എന്നാൽ രാജ്യത്തിന്റെ രാഷ്ട്രീയപരമായ അപജയങ്ങളെ കുറിച്ച് കൃത്യമായ ബോധമുള്ള, രാജ്യത്തെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ സന്നദ്ധരായ യഥാർത്ഥ രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത്. 2019 മെയ് മാസത്തിൽ പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു റിപ്പോർട്ടുണ്ട്. അതെന്താണ് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത്? പിടിച്ചെടുക്കൽ രേഖ എന്ന് പറയുന്ന സീസർ രേഖ എന്ന് പറയുന്ന ഒരു രേഖയുണ്ട്. അതെന്താണ്? നമുക്കറിയാം, ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട സമയമായപ്പോഴേക്കും ഓരോ ടേണിങ്ങുകളിലും പോലീസ് വാഹനങ്ങൾ മുഴുവൻ വാഹനങ്ങളെയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടന്നുപോകുന്ന മുഴുവൻ വാഹനങ്ങളും പരിശോധിക്കുകയാണ്. എന്താണ് ആ പരിശോധന? അഥവാ ആരുടെയെങ്കിലും ഒക്കെ വാഹനങ്ങളിൽ അനധികൃതമായ പണമുണ്ടോ എന്ന പരിശോധനയാണ്. ആ അർത്ഥത്തിൽ 2019 പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം മാത്രം 1300 കോടിയുടെ മയക്കുമരുന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. 839 കോടിയുടെ കറൻസി,
294 കോടിയുടെ മദ്യം, 986 കോടിയുടെ സ്വർണം വെള്ളിയും, 59 കോടിയുടെ മറ്റ് സാധനങ്ങൾ, TV, മൊബൈൽ, ഇങ്ങനൊക്കെയാവാം. ഇത് പിടിക്കപ്പെട്ടതാണ്. പറഞ്ഞു വരുന്നത് ജനാധിപത്യം എന്ന് പറയുന്ന, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടമെന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ പരിഭാവനമായ ഒരു പാരമ്പര്യത്തിന് ജനാധിപത്യത്തിൽ നിന്ന് പണാധിപത്യത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണം കൊണ്ടുവന്ന റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യം ഡെമോക്രസിയുടെ വിഷയത്തിൽ വളരെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ രാജ്യം ഡെമോക്രസിയുടെ ജനാധിപത്യത്തിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്കുണ്ടാകുന്ന സ്വാതന്ത്ര്യത്തിന്റെ വിഷയത്തിൽ നമ്മുടെ രാജ്യം 47 വർഷങ്ങൾക്ക് പിറകിൽ പോയി എന്ന് വരെ പല ഏജൻസികളും പറയുന്നുണ്ട്. വിദേശ ഏജൻസികൾ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് വിദേശ ഏജൻസികളെ ചെറുതായി കാണുന്നവരുണ്ടാവാം. പക്ഷേ വിദേശ ഏജൻസികൾക്ക് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും കൃത്യമായി ബോധ്യമുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അടിക്കല്ലുള്ളൂ. രണ്ട് കാര്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന്, ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന്റെ പ്രതിപക്ഷത്തിന്റെ റോള് വളരെ പ്രധാനമാണ്. ക്രിയാത്മകമായ പ്രതിപക്ഷമെന്ന ഒരു കാര്യം 10 വർഷക്കാലമായി ഇന്ത്യയിൽ ഉണ്ടോ എന്ന് സംശയിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ പോലും രാജ്യം അസ്തിത്വപരമായ അടിസ്ഥാനപരമായ വെല്ലുവിളികൾ നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുമ്പോ സങ്കുചിതമായ പാർട്ടി അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായ എല്ലാവിധ വിരോധങ്ങളും മാറ്റി പരിഗണിക്കാതെ വിസ്മരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും വേണ്ടി ഐക്യപ്പെടുക എന്ന യഥാർത്ഥ ആത്മാർത്ഥമായി യോജിപ്പുണ്ടാവുക എന്ന തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലെത്തിയ സമയത്ത് പോലും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില യോജിപ്പുകളൊക്കെ കാണുന്നുണ്ട്. ആ യോജിപ്പുകൾ മാത്രം മതിയോ എന്നത് ഒരു വലിയ ചോദ്യം ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിക്കുന്നു. പൗരന്മാരും നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള അഥവാ സ്വേച്ഛാപരമായ അധികാര നിർവഹണത്തിനോട് വിരുദ്ധരും എതിർപ്പുള്ളവരും ആശങ്കയുള്ളവരുമാണെങ്കിൽ ആ 60% വരുന്ന ജനങ്ങളെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒന്നിപ്പിച്ച് നിർത്തുക എന്ന ബാധ്യത നിർവഹിക്കേണ്ടവരാണ് പ്രതിപക്ഷം. പക്ഷേ ഈ പ്രതിപക്ഷത്തെ നിരന്തരം നിഷ്ക്രിയരാക്കുന്ന, അവരെ ക്ഷീണിപ്പിക്കുന്ന, അവരെ ഭീഷണിപ്പെടുത്തുന്ന, അവർക്ക് ശബ്ദിക്കാനുള്ള റോൾ നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കേണ്ട പ്രതിപക്ഷത്തെ അവരെ പൂർണ്ണമായും മൗനികളാക്കുന്ന രൂപത്തിലുള്ള നീക്കങ്ങൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ ജയിലിലായി കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, പ്രതിപക്ഷം ജനാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സ്രോതസ്സാണ്. അതുകൊണ്ട് ആ പ്രതിപക്ഷത്തെ നിരാകരിച്ചുകൊണ്ട്, പ്രതിപക്ഷത്തെ നിഷ്ക്രിയമാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ നമുക്കെന്താ ചെയ്യാനുള്ളത്? ഇതിനൊരു ബദല് വേണമല്ലോ. ആ ബദലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രതിപക്ഷം നിയമസഭകളിലും പാർലമെന്റുകളിലും തുടങ്ങിയ നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ ഭരണപക്ഷത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവർ മാത്രമല്ല പ്രതിപക്ഷം. ഈ ഇരിക്കുന്ന ജനാവലി, കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകർ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമില്ലാതെ രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഈ രാജ്യത്തിന്റെ ലക്ഷോപലക്ഷം വരുന്ന ജീവിതത്തിൽ വിവിധ മേഖലകളിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമില്ലാത്ത ഈ രാജ്യത്തെ ജനകോടികളാകുന്ന മഹാഭൂരിപക്ഷം വരുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. ഇവരെല്ലാം പ്രതിപക്ഷമായി മാറുമ്പോൾ മാത്രമേ, അഥവാ പാർലമെന്റിലും നിയമസഭയിലും ശബ്ദിക്കേണ്ട പ്രതിപക്ഷത്തെ നിഷ്ക്രിയരാക്കുന്ന രാഷ്ട്രീയ ഫാസിസം തട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇളക്കം തട്ടുന്നു നമ്മുടെ 4ാം തൂണിന്. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് പലപ്പോഴും ജനങ്ങളുടെ മുന്നിലേക്ക് വെളിച്ചം കാണാത്ത, രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാനപരമായ വെല്ലുവിളികളെ പുറത്തു കൊണ്ടുവരുന്നതിൽ വിവിധ കാലത്ത് വിവിധ മാധ്യമ പ്രവർത്തകർ പങ്കുവഹിച്ച അവരുടെ
ആ ത്യാഗം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. മാധ്യമ പ്രവർത്തകരും മാധ്യമ സംവിധാനങ്ങളും ജനാധിപത്യത്തിന്റെ 4ാം തൂണാണെങ്കിൽ ആ തൂണ് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മാധ്യമങ്ങൾ വിലക്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് പണത്തിന്റെ സ്വാധീനത്തിൽ വശംവദനാവാത്ത മാധ്യമ പ്രവർത്തകരെ വിവിധ ഏജൻസികളെ വെച്ച് ഭീഷണിപ്പെടുത്തി അവരെ മൗനികളാക്കാനുള്ള ശ്രമം മറ്റൊരു ഭാഗത്ത്. ബദൽ സംവിധാനങ്ങളായി വരുന്ന അഥവാ ധാരാളം ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളെയും പുറത്തു കൊണ്ടുവരുന്നതിൽ വലിയ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മാധ്യമങ്ങളെ നിയമനിർമ്മാണത്തിലൂടെ നിഷ്ക്രിയമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ജനാധിപത്യത്തിന് ക്ഷതമേൽക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ലോകത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പഠനം നടത്തുന്ന ധാരാളം ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യം 150-ൽ നിന്ന് 161-ലേക്ക് അതിന്റെ നിലവാരം, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ നിലവാരം താഴ്ന്നിരിക്കുകയാണ്. ഇതിന് ബദൽ എന്താണ് സഹോദരന്മാരെ? ബദൽ മാധ്യമ പ്രവർത്തനങ്ങൾ എന്നതിനപ്പുറം ഈ രാജ്യത്ത് ഒരു മാധ്യമ സ്വാതന്ത്ര്യ സമരത്തിന് പോലും ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാവേണ്ട കാലം അതിക്രമിച്ചു എന്നാണ് SYS ഈ അവസരത്തിൽ പറയുവാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പ്രാണവായു ലോകത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം ശബ്ദങ്ങളുമെങ്കിൽ അതിൽ നിന്ന് വേറിട്ടുകൊണ്ട് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ധാർമ്മികതയുടെ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ ഉത്തരവാദിത്വ നിർവഹണം പൂർത്തിയാക്കുമ്പോഴാണ് അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിനുള്ള അർഹതയുള്ളൂ എന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറയാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം ഏറ്റവും കൂടുതൽ മനുഷ്യരോട് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ പരിപാടികളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ധാരാളം ആളുകൾ നമ്മുടെ രാജ്യത്ത് ജനങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഒരുപാട് സംഘടനകൾ നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളും ആ യുവത്വം അവന്റെ ജീവിതം സംസ്കരിച്ചെടുക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുക, അതാണ് SYS ഈ സംഘത്തെ സജ്ജരാക്കുന്നത് കൊണ്ട് പ്രഥമമായി ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം ആ യുവനിരയുടെ ശക്തി ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്തുവാനും ഈ രാജ്യത്തിന്റെ പരമോന്നതമായ ഭരണഘടന നിലനിർത്താനും ഉപയോഗപ്പെടുത്തുക എന്നതാണ്. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആക്ടിംഗ് സെക്രട്ടറിയായും നിലവിൽ വന്നതോടുകൂടി SYS ഇരട്ടി അനുഭാവികളായ ചെറുപ്പക്കാര് മഹത്തായി പ്രസ്ഥാനത്തിന്റെ കൂടെയുണ്ട്, പ്രസ്ഥാനത്തിന്റെ പിന്നിലുണ്ട്. പ്രസ്ഥാനം പറയുന്നെടുത്ത് വിഷയങ്ങൾ എല്ലാം സ്വീകരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാനും ഈ നേതൃത്വം പറയുന്നെടുത്ത് നിൽക്കാനും ഇവിടെ ലക്ഷക്കണക്കിന് അനുയായികൾ ഉണ്ട് എന്നുള്ളത് അത് SYSന്റെ വലിയ നേട്ടമായി നമുക്ക് കാണാൻ സാധിക്കും. SYSന്റെ സാന്ത്വന സേവന പ്രവർത്തന രംഗത്തുള്ള വലിയ വലിയ മുന്നേറ്റങ്ങളൊന്നും നമുക്ക് പറയാതിരിക്കാൻ. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആക്ടിംഗ് സെക്രട്ടറിയായും നിലവിൽ വന്നതോടുകൂടി SYS
അങ്ങനെ ജഡ്ജിമാരുടെ പോലും മനസ്സിനെ സ്വാധീനിക്കും വിധത്തിൽ ബഹുസ്വരത ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നാം സമൂഹത്തെ ബോധവൽക്കരിക്കണം. നമ്മുടെ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരെപ്പോഴും ഈ ബഹുസ്വരത നിലനിന്നെങ്കിലേ ഈ രാജ്യത്തെ ജനങ്ങൾ ഐക്യത്തിന് വിരുദ്ധമായും അതിന്റെ തകർച്ചയ്ക്ക് ഹേതുകമായും ഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ തെറ്റായി തന്നെ നമ്മൾ മനസ്സിലാക്കിയതിനെ തിരസ്കരിക്കാനുള്ള ആർജവും നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ SYS ഉയർത്തിപ്പിടിക്കുന്നത് സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറം പ്രതിപക്ഷ പാർട്ടികൾ അവര് നടത്തുന്ന പല പരിപാടികളിലും സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനാരെയാണ് നമ്മൾ കുറ്റം പറയുക? ഭരണപക്ഷത്തിന്റെ ഭീഷണി അത്രയും വലുതാണ് എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ അങ്ങനെയുള്ള ഭീഷണികൾക്ക് പേടിക്കേണ്ടവരാണോ പ്രതിപക്ഷം? ഇതും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന് പറയുമെന്ന് പേടിച്ച് കൊടി കട്ട് പിടിക്കാതെ പോകുകയാണോ? അപ്പൊ ആ പാകിസ്ഥാന്റെ പച്ച നിറമുള്ള കൊടി പിടിച്ചാൽ അത് മറ്റുള്ളവർക്ക് കൊടി പിടിക്കാതിരുന്നാൽ അത് ഞങ്ങൾക്കൊരു മാനക്കേടാകും, അതുകൊണ്ട് നിങ്ങളും കൊടി പിടിക്കരുത് എന്ന് പറഞ്ഞ് മറ്റു കൊടിയും താഴ്ത്തി കെട്ടുക. ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ പരാജയമല്ലേ? ഭരണപക്ഷത്തിന്റെ വിജയമല്ലേ? ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ബോധവൽക്കരണം നടത്തണ്ടേ? മുസ്ലിം ലീഗിന് മാത്രമാണോ പച്ചപ്പതാകയുള്ളത്? INL മാത്രമാണോ പച്ചപ്പതാകയുള്ളത്? ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഏറെക്കാലം ഭരിച്ച പാർട്ടിയായ ജനതാദളുടേത് പോലും പച്ചപ്പതാകയല്ലേ? പാതിബന്ധ ശരീരവുമായി ജീവനും കൊണ്ടോടി ഇന്ത്യയിലേക്ക് അഭയം തേടി വന്ന പേരിലെ അവർക്കെന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അത് ഇന്ത്യയുടെ അയൽ രാജ്യമല്ലേ? അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ അയൽ രാജ്യമാകാഞ്ഞിട്ട് കൂടി അവിടുന്ന് വരുന്നവർക്ക് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് അയൽ രാജ്യങ്ങളായ നമ്മുടെ ശ്രീലങ്കയിൽ നിന്നും അതുപോലെ മ്യാൻമറിൽ നിന്നും വരുന്നവർക്ക് നൽകുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മതേതരത്വത്തെ ക്ഷതപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അതിന് ആഹ്വാനങ്ങളോ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളതോ അല്ല. ഇന്ത്യ നിലനിന്നത് ഈ ഐക്യത്തിലാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സ് അത് വിഘടിച്ച് പരസ്പരം കലഹിക്കാൻ തുടങ്ങിയാൽ അത് അധികാരത്തിലേക്കുള്ള കുറുക്കു വഴിയായി ചിലർക്ക് താൽക്കാലികമായി ലഭിക്കുമെങ്കിലും ആത്യന്തികമായി തകരാൻ പോകുന്നത് ഒരു രാജ്യമായിരിക്കുമെന്ന വസ്തുത ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്തേണ്ടത് യുവജന സംഘങ്ങളുടെ ബാധ്യതയാണ്. അതാണ് SYS നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മതേതരത്വം ഈ രാജ്യത്ത് ഇത്തരം തെറ്റുദ്ധാരണകളെ തിരുത്താൻ മെനക്കെടാതെ ആരെങ്കിലും പേടിപ്പിക്കുമ്പോഴേക്കും പേടിച്ച് അരണ്ടുപോയാൽ പിന്നെ എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തെ നയിക്കാൻ ഇവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുക? അതുകൊണ്ട് ധൈര്യപൂർവം തിന്മയെ തിന്മയായി കാണാനും അതിനാവശ്യമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തി തെറ്റുദ്ധാരണകൾ തിരുത്താനുമാണ്. അല്ലാതെ പതാക താഴ്ത്തിക്കെട്ടുന്നതും എടുത്തു ഒഴിവാക്കുന്നതുമൊന്നും ബുദ്ധിപരമായ നീക്കങ്ങളല്ല. അതിനാൽ തന്നെ നമ്മുടെ രാജ്യത്തിന് തകർച്ച നേരിടുന്ന ഏത് വിഷയമുണ്ടെങ്കിലും രാഷ്ട്രീയത്തിനതീതമായി ചേർന്നു നിന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ജാതി മത വർഗ പാർട്ടി ഭേദമന്യേ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നതാണ് SYS ഈ പ്രമേയത്തിലൂടെ ആവശ്യം. ഭരണഘടന വളരെ ആലോചിച്ച് തയ്യാറാക്കിയ ഒരാശയമാണത്. അല്ലാതെ പെട്ടെന്ന് ആലോചനയില്ലാതെ അവര് തീരുമാനിച്ചതല്ല. 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്താണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് നമ്മൾ അറിയണം. അതുകൊണ്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഈ മതേതരത്വത്തിന്റെ സംരക്ഷണം. അത് ഇവിടെ നിലനിർത്തുക എന്നത് ഭരണഘടനയിൽ തന്നെ ഉൾപ്പെടുത്തിയത്. ഭരണഘടനയുടെ ഈ സന്ദേശത്തെയും ഈ ആദർശത്തെയും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് മുത്തലാഖുമായി ബന്ധപ്പെട്ട ഓർഡിനൻസും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 2002 പ്രതിപക്ഷ പാർട്ടികൾ അവര് നടത്തുന്ന പല പരിപാടികളിലും സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനാരെയാണ് നമ്മൾ കുറ്റം പറയുക? ഭരണപക്ഷത്തിന്റെ ഭീഷണി അത്രയും വലുതാണ് എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ അങ്ങനെയുള്ള ഭീഷണികൾക്ക് പേടിക്കേണ്ടവരാണോ പ്രതിപക്ഷം? ഇതും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന് പറയുമെന്ന് പേടിച്ച് കൊടി കട്ട് പിടിക്കാതെ പോകുകയാണോ?
അപ്പൊ ആ പാകിസ്ഥാന്റെ പച്ച നിറമുള്ള കൊടി പിടിച്ചാൽ അത് മറ്റുള്ളവർക്ക് കൊടി പിടിക്കാതിരുന്നാൽ അത് ഞങ്ങൾക്കൊരു മാനക്കേടാകും, അതുകൊണ്ട് നിങ്ങളും കൊടി പിടിക്കരുത് എന്ന് പറഞ്ഞ് മറ്റു കൊടിയും താഴ്ത്തി കെട്ടുക. ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ പരാജയമല്ലേ, ഭരണപക്ഷത്തിന്റെ വിജയമല്ലേ? ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ബോധവൽക്കരണം നടത്തണ്ടേ? മുസ്ലിം ലീഗിന് മാത്രമാണോ പച്ചപ്പതാകയുള്ളത്? INL മാത്രമാണോ പച്ചപ്പതാകയുള്ളത്? ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഏറെക്കാലം ഭരിച്ച പാർട്ടിയായ ജനതാദളിന്റേത് പോലും പച്ചപ്പതാകയല്ലേ? പള്ളിയിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് അദ്ദേഹത്തെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞിട്ടുണ്ട്. ആ പ്രതികൾ 7 വർഷം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല, പരോള് ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ജാമ്യം ലഭിക്കാത്തത്? തെളിവുകൾ അത്രമാത്രം ശക്തമായിരുന്നു. അങ്ങനെ പ്രതികൾക്ക് 7 കൊല്ലം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവസാനം ഇവിടെയുള്ള സെഷൻസ് കോടതി 3 പ്രതികളെയും കുറ്റവിമുക്തരാക്കി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. എവിടെയാണ് നമുക്ക് നീതി പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? നീതിപീഠങ്ങളിൽ നിന്ന് അനീതിയുടെ ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ മറ്റൊന്നല്ല. ബാബരി മസ്ജിദ് 450 വർഷം ഏക ഇലാഹായ അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ച ബാബരി മസ്ജിദിന്റെ മിനാരങ്ങൾ തച്ചു തകർത്തില്ലേ ഇവിടെയുള്ള ഫാസിസ്റ്റുകൾ? എന്നിട്ട് എന്താ ചെയ്തത്? ഇവിടെയുള്ള നീതിപീഠം വ്യക്തമായിട്ട് പറഞ്ഞു, ബാബർ ചക്രവർത്തി അമ്പലം തകർത്തിട്ടാണ് പള്ളി നിർമ്മിച്ചതെന്നതിന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട കൂട്ടരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് വലിയൊരു ജന പിന്തുണയുള്ള പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ ആരും കൊച്ചായി കാണേണ്ടതില്ല. ആരൊക്കെ പാർലമെന്റിൽ ഇരിക്കണം, ആരൊക്കെ വീട്ടിലിരിക്കണം എന്ന് തീരുമാനിക്കാൻ ഇരുത്തേണ്ടവരെ ഇരുത്താനും വീട്ടിലിരിക്കേണ്ടവരെ വീട്ടിലിരുത്താനും ശക്തിയും പ്രാപ്തിയും കേഡർ സ്വഭാവമുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം എന്നത് ആരും മറന്നു പോകരുത്. അതുകൊണ്ട് ഈ സമൂഹത്തെ അവഗണിച്ചുകൊണ്ട്, ഈ സമൂഹത്തിന് അർഹമായ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഒരാളും വിചാരിക്കേണ്ടതില്ല. ഈ പ്രസ്ഥാനം ആവശ്യമായ സമര സമയങ്ങളിലൊക്കെ ഈ കേരളക്കരയിൽ വ്യക്തമായിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയല്ല, പിന്നണിയല്ല. ഞങ്ങളുടെ മുന്നണിയും പിന്നണിയും സുന്നി മാത്രമാണ്. അതേ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ടവകാശമുണ്ട്. കേവലം ചടങ്ങുന്ന രീതിയിൽ വോട്ടവകാശം നിർവഹിച്ച് മടങ്ങി സായുജ്യമണിയുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾക്കറിയാം ആരൊക്കെയാണ് പാർലമെന്റിലേക്ക് പോകേണ്ടത്, ആരൊക്കെയാണ് നിയമസഭയിലേക്ക് പോകേണ്ടത്. പൂർത്തീകരിച്ച് നല്ല സമയത്ത് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് നല്ല നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ട മരണപ്പെട്ടു പോയ സർവ്വഅഹ്ലുകാർക്കും നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി ഒരു ഹിസാബുമില്ലാത്ത രീതിയിൽ സ്വർഗം നൽകി നിന്റെ ലിഖാ കണ്ടാസ്വദിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. റബ്ബേ, ഇവിടെ കൂടി മുഅ്മിനീങ്ങൾ ഈ സംവിധാനത്തിന് വേണ്ടി പ്ലാറ്റ്യൂൺ അല്ലാഹ് ബഹുജന റാലി ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിന് വേണ്ടി പ്രവർത്തിച്ച സാഹസംഘം ഭാരവാഹികൾ, എല്ലാ പ്രവർത്തകരും ഗൾഫ് രാഷ്ട്രങ്ങളിൽ മഴ കാരണം വലിയ പ്രയാസമുണ്ട് റബ്ബേ. അവർക്കൊക്കെ വലിയ സമാധാനം നീ നൽകണേ റഹ്മാനെ. വലിയ ഹിഫ്ള് നീ നൽകണേ റഹ്മാനെ. വലിയ കാവൽ നീ നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് സന്തോഷമുള്ള മഴ തന്ന് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. റഹ്മാനുർ-റഹീമായ രാജസയ്യിദായ അല്ലാഹ്, വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. വിവാഹപ്രായം കഴിഞ്ഞു കിടക്കുന്നവരുടെ അനുയോജ്യന ഇണകൾ നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. വിദേശത്തും സ്വദേശത്തുമായ അനവധി ആളുകൾ വിവിധ കേസുകളിൽ കുടുങ്ങിക്കൊണ്ട് പ്രയാസത്തിലാണ് റഹ്മാനെ. നിരപരാധികളെ നീ ഹൈറായക്ക് നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. നീ ഹൈറായക്ക് നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. റഹ്മാനുർ-റഹീമായ രാജസയ്യിദായ അല്ലാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തർബിയത്ത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഈ പ്രാർത്ഥനീയം പരിപാടി സംബന്ധിച്ചവര് സഹകരിച്ചവര് സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എല്ലാ വിധത്തിലും സഹകരിച്ചവർക്ക് ഒന്നുകൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.
പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യം ഈ സമാപന സംഗമത്തിൽ നമുക്ക് സമാപന ദുആക്ക് നേതൃത്വം നൽകുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ കാസർഗോഡ് ജില്ലാ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അവர்கள் പ്രസ്ഥാനത്തിന്റെ സന്തോഷം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പ്രാസ്ഥാനിക നേതാക്കളെല്ലാം ഈ വേദിയിൽ നിന്ന് നമുക്ക് ആശംസ നൽകുന്നതിന് വേണ്ടി ചുരുങ്ങിയ സമയമായതുകൊണ്ട് നമ്മുടെ നേതാക്കളുടെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് شوق المحبين محمد أذنى وثم به تهيم أدعوك أحمد يا محمد يا سيد الرسل المقدم الهاشمي في كل محفل الصيرمي في وجه محتل الشافعي في يوم نمهل يا رب صل عليه وآله محمد يا رب صل عليه وآله صلوا على الهادي المجاهد سحقا لمن عاده محايد صلوا عليه من شعب صامد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ഞങ്ങളെ മദനീയം കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മദനീയത്തെ പ്രചരിപ്പിക്കുന്നവര്, മദനീയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, മദനീയത്തിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഡ്മിന്മാര്, മീഡിയ ടീം അംഗങ്ങള്, മദനീയത്തെ സ്നേഹിക്കുന്നവർ, അതിന്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവര്, അല്ലാഹുവേ അത് പ്രചരിപ്പിക്കുന്നവര്, അയൽവാസികളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക്